2018 ഫസ്റ്റ് ഇയർ ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറിലെ ബോട്ടണി ഭാഗത്തിലെ ക്വസ്റ്റ്യൻ അനാലിസിസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ. ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളും തയ്യാറാക്കുന്ന അധ്യാപകരും നന്നായി പ്രയോജനപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, fill in the blank. Small disc-shaped structures at the surface of the centromere are called dash. Answer is kinetochores. ഒരു മാർക്ക്. ഇത് ഒരു ക്രോമസോമിൻ്റെ മോഡലാണ്. മെറ്റാഫേസ് നടക്കുന്ന ക്രോമസോമിൻ്റെ മോഡൽ. ക്രോമസോമിൻ്റെ 2 ആംസിനും ക്രൊമാറ്റിഡുകളായി വേർതിരിഞ്ഞിട്ടുണ്ട്. 2 ആംസിലുമുള്ള ക്രൊമാറ്റിഡുകൾ പരസ്പരം നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് എന്നറിയപ്പെടുന്നു. ആ ക്രൊമാറ്റിഡുകൾ നടുവിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. ആ ഭാഗമാണ് സെൻട്രോമിയർ. ഈ സെൻട്രോമിയറിൽ നമ്മുടെ കാലിൻ്റെ മുട്ട് ചിരട്ട പോലെ, പക്ഷേ 2 സൈഡിലുമായി ഡിസ്ക് ഷേപ്പ്ഡ് ഓർഗൻസ് ഉണ്ട്. ഈ ഡിസ്ക് ഷേപ്പ്ഡ് ഓർഗനാണ് കൈനറ്റോകോർ എന്ന് പറയുന്നത്. കൈനറ്റോകോർ സെൻട്രോമിയറിൻ്റെ ഇരുവശങ്ങളിലും ഉണ്ട്. സെൽ ഡിവിഷൻ നടക്കുമ്പോൾ 2 വശങ്ങളിൽ നിന്ന് വരുന്ന സ്പിൻഡിൽ ഫൈബേഴ്സ് കൈനറ്റോകോറിൽ അറ്റാച്ച് ചെയ്ത് ക്രൊമാറ്റിഡുകളെ കോശത്തിൻ്റെ 2 അറ്റത്തേക്കും വലിച്ചു കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2. ഒബ്സർവ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഫസ്റ്റ് 2 ടേംസ് ആൻഡ് fill in the blank. C4 plants, PEP case. C3 plants, dash. No doubt the answer is rubisco. നോക്കൂ, നമ്മൾ 2 തരം പ്ലാന്റ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. C3 പ്ലാന്റ്സും C4 പ്ലാന്റ്സും. ഇൻ C4 plants, the carbon dioxide is accepted by a 3-carbon molecule of phosphoenol pyruvic acid, PEP, to form a 4-carbon compound, oxaloacetic acid. Photosynthesis നടക്കുമ്പോൾ the first stable product oxaloacetic acid, which is a 4-carbon compound, ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇതിന് C4 പാത്വേ എന്ന് പറയുന്നത്. C4 പാത്വേ ഉള്ള പ്ലാന്റ്സ് ആണ് C4 പ്ലാന്റ്സ്. ഈ കെമിക്കൽ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ഫോസ്ഫോഈനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ്, PEPcase എന്ന എൻസൈം. അപ്പോൾ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് C4 പ്ലാന്റ്സ് വേഴ്സസ് PEPcase. എന്നാൽ C3 പ്ലാന്റ്സിൽ എന്താണ്? ഇൻ C3 പ്ലാന്റ്സ്, ദി കാർബൺ ഡയോക്സൈഡ് reacts with ribulose 1,5-bisphosphate to form a stable 3-carbon organic intermediate 3-phosphoglyceric acid, 3-PGA. As this is a carboxylation process, it is catalyzed by rubisco, ribulose bisphosphate carboxylase oxygenase. ഇവിടെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഒരു 3-carbon കോമ്പൗണ്ട് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം പ്ലാന്റ്സിനെ C3 പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത്. സോ ചോദ്യത്തിലെ C3 പ്ലാന്റ്സിൻ്റെ പെയർ റുബിസ്കോ എൻസൈം. 1 മാർക്ക്. അടുത്തത് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദി കറക്റ്റ് ആൻസർ. ഓൾ ടിഷ്യൂസ് ഓൺ ദി ഇന്നർ സൈഡ് ഓഫ് ദി എൻഡോഡെർമിസ് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് എ കൺജങ്ക്റ്റീവ് ടിഷ്യൂ, ബി സ്റ്റീൽ, സി പെരിസൈക്കിൾ, ഡി വാസ്കുലാർ ബണ്ടിൽ. ഈ അനാറ്റമിക്കൽ ഡയഗ്രം നോക്കൂ. ഈ സെക്ഷണൽ വ്യൂ നോക്കിയാൽ പുറമേ നിന്ന് അകത്തേക്ക് ഉള്ള ടിഷ്യൂ ലെയേഴ്സ് നമുക്ക് കാണാം. റൂട്ട് ഹെയേഴ്സ്, എപ്പിഡെർമിസ്, കോർട്ടെക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ, പ്രോട്ടോസൈലം, മെറ്റാസൈലം, കൺജങ്ഷൻ പാരങ്കൈമ, ഫ്ലോയം ആൻഡ് പിത്ത്. ഇതിൽ എൻഡോഡെർമിസിൽ നിന്നും ഉള്ളിലേക്കുള്ള എല്ലാ ടിഷ്യൂസിനും കൂടെ ഒന്നിച്ച് പറയുന്ന പേരാണ് സ്റ്റീൽ ഓർ സ്റ്റീലാർ റീജിയൻ. അപ്പോൾ എൻഡോഡെർമിസിനുള്ളിലുള്ള ഭാഗങ്ങളായ പെരിസൈക്കിൾ, വാസ്കുലാർ ബണ്ടിൽ റീജിയൻ,
consisting of vascular bundles and conjunctive tissue and inner tissue pith. അതാണ് സ്റ്റീൽ. അപ്പോൾ എൻഡോഡെർമിസിൽ നിന്ന് പുറത്തേക്ക് എപ്പിഡെർമിസ് വരെയുള്ള എല്ലാ ലെയേഴ്സും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് എക്സ്ട്രാ സ്റ്റീൽ ഓർ എക്സ്ട്രാ സ്റ്റീലാർ റീജിയൻ. അപ്പോൾ ഇവിടുത്തെ ഉത്തരം സ്റ്റീൽ. 1 മാർക്ക്. അഞ്ചാമത്തെ ചോദ്യം. ദി ഫോളോയിങ് ഫിഗേഴ്സ് എ ആൻഡ് ബി ഷോസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിലോടാക്സി. ഐഡൻറ്റിഫൈ ദി phyllotaxy A and B and explain them. Phyllotaxy is the arrangement of leaves on the stem. ഒന്നാമത്തെ പടത്തിൽ a pair of leaves at each node lie opposite to each other. ഈ അറേഞ്ച്മെൻറ്റിന് ഓപ്പോസിറ്റ് ഫിലോടാക്സി എന്ന് പറയുന്നു. യുപ്പറ്റോറിയം ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ. ഇൻ ദി ക്വസ്റ്റ്യൻ ബി, the twig shows more than 2 leaves at a node. They are arranged around the node. This is called whorled phyllotaxy. ഇതിൽ ഒരു നോഡിൽ രണ്ടിലധികം ലീവ്സ് നോഡിന് ചുറ്റിനും അറേഞ്ച് ചെയ്തിരിക്കുന്നു. ആൾസ്റ്റോണിയ, ഏഴിലം പല ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ. 2 മാർക്കിൻ്റെ ഷോർട്ട് ആൻസർ ചോദ്യം. ആറാമത്തെ ചോദ്യം. ഒബ്സർവ് ദി ഗിവൺ സ്റ്റേജ് ഓഫ് മൈറ്റോസിസ്. ഐഡൻറ്റിഫൈ ദി സ്റ്റേജ് ആൻഡ് റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്. മൈറ്റോസിസിൻ്റെ ഏത് സ്റ്റേജാണ് എന്നുള്ളതാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. മൈറ്റോസിസിന് 4 സ്റ്റേജുകളാണ് എന്ന് നമുക്കറിയാം. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. ഇതിൽ അവസാനത്തെ സ്റ്റേജായ ടീലോഫേസിൻ്റെ പടമാണ് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ടീലോഫേസിൻ്റെ ഏതെങ്കിലും 2 ക്യാരക്ടേഴ്സ് എഴുതുക, 2 ഫീച്ചേഴ്സ് എഴുതുക. ഉത്തരമായി 2 മാർക്ക്. ക്രോമസോംസ് ആർ ക്ലസ്റ്ററിങ് അറ്റ് ദി പോൾസ് ഓഫ് ദി സെൽ. 2 അറ്റത്തും ക്ലസ്റ്റർ ചെയ്യപ്പെടുന്നു. ഓരോ ന്യൂക്ലിയസിന് ചുറ്റിനും അതിൻ്റേതായിട്ടുള്ള ന്യൂക്ലിയർ മെംബ്രെയിൻ അപ്പിയർ ചെയ്യുന്നത് കാണാം. മറ്റ് ചില പോയിൻറ്റ്സ്. ന്യൂക്ലിയോളസ് ഈസ് ഓൾസോ ഫോംഡ്. Endoplasm reticulum and Golgi complex are reformed. Chromosomes are decondensed. ടീലോഫേസ് എന്ന് എഴുതുന്നതിന് 1 മാർക്ക്, 2 ഫീച്ചേഴ്സ് എഴുതുന്നതിന് മറ്റൊരു മാർക്ക്. ഏഴാമത്തെ ചോദ്യം. ദി എലമെൻറ്റ് ഈസ് സെഡ് ടു ബി ഡെഫിഷ്യൻറ്റ് വെൻ പ്രസൻറ്റ് ബിലോ ദി ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ. വാട്ട് ഈസ് ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ? സ്റ്റേറ്റ് എനി 2 kinds of deficiency symptoms shown by plants. The concentration of the essential element below which the growth is retarded is called critical concentration. ഒരു എസൻഷ്യൽ എലിമെൻറ്റിൻ്റെ അളവ് ഒരു പ്രത്യേക കോൺസെൻട്രേഷനിൽ താഴെ പോയി കഴിഞ്ഞാൽ പ്ലാന്റ് ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യപ്പെടും. അത് എത്രയാണോ അതാണ് ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ. അതിനാൽ ഫോർ ദി നോർമൽ ഗ്രോത്ത് elements should be available above the critical concentration. ചില ഡെഫിഷ്യൻസി സിംറ്റംസ്, അപര്യാപ്തത ലക്ഷണങ്ങൾ താഴെ പറയുന്നു. 1. ക്ലോറോസിസ്. ഇലയിലെ ക്ലോറോഫിൽ നശിച്ചു പോയി മഞ്ഞ കളറാവുന്നതിന് പറയുന്ന പേരാണ് ക്ലോറോസിസ്. മഞ്ഞളിപ്പ് എന്ന് പറയാം. അടുത്ത നെക്രോസിസ്. ഇലകളിലും തണ്ടുകളിലും ചില പ്രത്യേക ഏരിയകളിൽ മാത്രം ലീഫ് ടിഷ്യൂ നശിച്ചു പോകുന്നതിന് പറയുന്ന പേരാണ് നെക്രോസിസ്. ദറ്റ് ഈസ് ലോക്കലൈസ്ഡ് ഡെത്ത് ഓഫ് ലീഫ് ടിഷ്യൂ. മറ്റു ചില ഡെഫിഷ്യൻസി സിംറ്റംസാണ് സ്റ്റണ്ടഡ് ഗ്രോത്ത്, പ്രീമച്വർ ലീഫ് ആൻഡ് ബഡ് ഫോൾ. ഇലകളും ബഡ്സും കൊഴിഞ്ഞു പോകുന്നു. ഇൻഹിബിഷൻ ഓഫ് സെൽ ഡിവിഷൻ so that the growth is retarded, and delayed flowering. Critical concentration definition 1 മാർക്ക്. 2 ഡെഫിഷ്യൻസി സിംറ്റംസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 1 മാർക്ക്. ടോട്ടൽ 2 മാർക്സ്. എട്ടാമത്തെ ചോദ്യം. മാച്ച് ദി ഐറ്റംസ് ഓഫ് കോളം എ വിത്ത് കോളം ബി. ഐറ്റംസ് ഇൻ കോളം എ ആർ പ്രോഥാലസ്,
പ്രോട്ടോണിമ, ആന്തരീഡിയം ആൻഡ് ജെമ്മെ. ഈ വാക്കുകൾക്ക് മാച്ച് ചെയ്യുന്നതിന് തന്നിരിക്കുന്ന വേഡിങ്സ്: ഒന്ന്, അസെക്ഷൽ ബഡ്സ് ഇൻ ലിവർവർട്ട്. 2, സ്പോറോഫൈറ്റ് ഓഫ് ആൻജിയോസ്പെംസ്. 3, താലോയിഡ് ഗാമെറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ്സ്. മെയിൽ സെക്സ് ഓർഗൻസ് ഇൻ ബ്രയോഫൈറ്റ്സ്. ഗാമെറ്റോഫൈറ്റിക് സ്റ്റേജ് ഓഫ് മോസസ്. ഈ പടങ്ങളും അവയുടെ എക്സ്പ്ലനേഷൻസും പരിചയമുണ്ടോ എന്ന് നോക്കൂ. പ്രോതാലസ് ഈസ് താലോയിഡ് ഗാമെറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ്സ്. പ്രോട്ടോണിമ ഈസ് ഗാമെറ്റോഫൈറ്റ് ഓഫ് മോസസ്. ആന്തരീഡിയം, മെയിൽ സെക്സ് ഓർഗൻസ് ഇൻ ബ്രയോഫൈറ്റ്സ്. ആൻഡ് ജെമ്മെ ആർ asexual buds in liverworts. Matching pairs: Prothalus is the thalloid gametophyte of pteridophytes. Protonema is the gametophyte of mosses. Antheridium, male sex organs in bryophytes. Gemme, asexual buds in liverworts. ഇത്തരം പടങ്ങളുമായി വളരെ നന്നായി പരിചയം വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ എളുപ്പമാണ്. 4 കറക്റ്റ് മാച്ചിങ് പെയർസിന് 2 മാർക്ക്. 9ാമത്തെ ചോദ്യം: ഒബ്സർവ് ദി ഫോളോയിങ് പാത്വേസ് ഓഫ് anaerobic respiration. Identify the products A and B. Give the example of organism in which any of these products are formed. ഇവിടെ ഗ്ലൂക്കോസ് ഗ്ലൈക്കോളിസിസ് നടന്ന് 2 പൈറുവിക് ആസിഡ് മോളിക്യൂൾസ് ഉണ്ടാകുന്നു. ഈ പൈറുവിക് ആസിഡ് മോളിക്യൂൾസിൻ്റെ ഫേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. എവിടെയാണോ അണൈറോബിക് റെസ്പിറേഷൻ നടക്കുന്നത് അതിനനുസരിച്ച് ഈ പൈറുവിക് ആസിഡിൻ്റെ ഫേറ്റ് നിശ്ചയിക്കപ്പെടുന്നു. ഉദാഹരണത്തിന് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയിലാണ് ഈ പ്രക്രിയ നടക്കുന്നതെങ്കിൽ പൈറുവിക് ആസിഡ് മോളിക്യൂൾസ് ആർ ഡയറക്റ്റ്ലി കൺവേർട്ടഡ് ടു ലാക്റ്റിക് ആസിഡ്. ഓക്സിജൻ ആവശ്യത്തിന് ലഭിക്കാതെ ആവുമ്പോഴാണ് അണൈറോബിക് റെസ്പിറേഷനിൽ ഈ സ്റ്റെപ്പിലേക്ക് കടന്നു പോകുന്നത്. അനിമൽസിലെ മസിൽ സെൽസിലും അണൈറോബിക് റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. പൈറുവിക് ആസിഡ് മോളിക്യൂൾസ് ലാക്റ്റിക് ആസിഡായിട്ട് മാറുന്നു. ലാക്റ്റിക് ആസിഡ് ഡെപ്പോസിഷൻ മസ്കുലാർ ഫെറ്റീഗിന് കാരണമാകുന്നു. എന്നാൽ ഈസ്റ്റ് ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ പൈറുവിക് ആസിഡ് മോളിക്യൂൾസ് ആർ കൺവേർട്ടഡ് ടു ഈഥൈൽ ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. സോ ചോദ്യത്തിൻ്റെ ഉത്തരം എ ലാക്റ്റിക് ആസിഡ്, ബി ഈഥൈൽ ആൽക്കഹോൾ. 2 മാർക്ക്. 10ാമത്തെ ചോദ്യം: ഒബ്സർവ് ദി ടിഎസ് ഓഫ് plant part given below. Identify the plant part and explain any 2 features of its vascular bundles. തന്നിരിക്കുന്ന സ്ട്രക്ചർ മോണോക്കോട്ടാണോ ഡൈക്കോട്ടാണോ സ്റ്റെം ആണോ റൂട്ടാണോ എന്നിങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇത് ഏത് സ്ട്രക്ചറാണെന്ന് എഴുതാൻ കഴിയൂ. ചില ക്ലൂകൾ പറയാം. ഈ ക്ലൂസ് മനസ്സിൽ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇത്തരത്തിലൊരു സ്ട്രക്ചർ കിട്ടിയാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് വാസ്കുലർ ബണ്ടിൽസാണ്. അത് എൻഡാർക്ക് വാസ്കുലർ ബണ്ടിലാണ് ഈ സ്റ്റെമ്മും, എക്സാർക്കാണെങ്കിൽ റൂട്ടുമായിരിക്കും. മാത്രമല്ല സൈലവും ഫ്ലോയവും ഒന്നിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ, ഒറ്റ ബണ്ടിലായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അത് സ്റ്റെം. 2 വ്യത്യസ്ത റേഡിയസിലിരിക്കുന്ന റേഡിയൽ വാസ്കുലർ ബണ്ടിൽസ് ആണെങ്കിൽ അത് റൂട്ടും ആയിരിക്കും. സ്റ്റെം, റൂട്ട് എന്നിവ തിരിച്ചറിഞ്ഞാൽ പിന്നീട് ഡൈക്കോട്ടാണോ മോണോക്കോട്ടാണോ എന്ന് നോക്കണം. ഇനി സ്റ്റെം ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വാസ്കുലർ ബണ്ടിൽ സ്കാറ്റേഡ് ആണോ റിങ് ആയിട്ടാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുക. സ്കാറ്റേഡ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് മോണോക്കോട്ട് സ്റ്റെമ്മും, റിങ് ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ അത് ഡൈക്കോട്ട് സ്റ്റെമ്മും ആയിരിക്കും. മറ്റൊരു ക്ലൂ: ഡൈക്കോട്ട് സ്റ്റെം ആണെങ്കിൽ സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്ക് കേമ്പിയം ഉണ്ടായിരിക്കും. അതായത് വാസ്കുലർ ബണ്ടിൽസ് ആർ ഓപ്പൺ. എന്നാൽ മോണോക്കോട്ട് സ്റ്റെമ്മിലെ വാസ്കുലർ ബണ്ടിലിൽ സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്ക് കേമ്പിയം ഉണ്ടായിരിക്കില്ല. ദാറ്റ് ഈസ് ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽ. ഇനി ചോദ്യത്തിലേക്ക് വരാം. ഇപ്പോൾ നിങ്ങൾ ആ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ സ്ട്രക്ചർ ആണെന്ന് മനസ്സിലാകും. ഇനി അതിൻ്റെ 2 പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എഴുതി കഴിഞ്ഞാൽ ഉത്തരമായി. 1, വാസ്കുലർ ബണ്ടിൽസ് ആർ അറേഞ്ച്ഡ് ഇൻ എ റിങ്. 2,
വാസ്കുലർ ബണ്ടിൽസ് ആർ ഓപ്പൺ ആൻഡ് കൺജോയിൻറ്റ്. 3. കേംബിയം പ്രസൻറ്റ്. ആൻഡ് 4. എൻഡാർക്ക് സൈലം. ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് 1 മാർക്ക്, 2 ക്യാരക്ടേഴ്സ് എഴുതുന്നതിന് മറ്റൊരു മാർക്ക്. 2 മാർക്കിൻ്റെ 11ാമത്തെ ചോദ്യം. ദി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് stomata ഈസ് എയ്ഡഡ് ബൈ ദി peculiarities ഓഫ് ബീൻ ഷേപ്ഡ് ഗാർഡ് സെൽസ്. മെൻഷൻ എനി 2 സച്ച് peculiarities. ഗാർഡ് സെൽസിൻ്റെ ഏതെങ്കിലും 2 പ്രത്യേകതകൾ എഴുതുക. 1. ദി ഇന്നർ വോൾ ഓഫ് ദി ഈച്ച് ഗാർഡ് സെൽസ് ടുവേഡ്സ് പോർ ആർ തിക്ക് ആൻഡ് ഇലാസ്റ്റിക്. 2. ഔട്ടർ വോൾസ് റിമെയിൻ തിൻ. 3. ഗാർഡ് സെൽസ് കണ്ടെയ്ൻ ക്ലോറോപ്ലാസ്റ്റ് സോ ദാറ്റ് ദേ ക്യാൻ ഡു ഫോട്ടോസിന്തസിസ്. 12ാമത്തെ ചോദ്യം. ഒബ്സർവ് ദി ഫിഗർ ഗിവൺ ബിലോ. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് എ, ബി, സി ആൻഡ് ഡി വിത്ത് അപ്രോപ്രിയേറ്റ് ടേംസ് ഫ്രം ദി ബോക്സ് ഗിവൺ ബിലോ. സൈറ്റോക്രോം സി, സൈറ്റോക്രോം ബി, FES ആൻഡ് UQ. തന്നിരിക്കുന്ന പടം റെസ്പിറേഷൻ ലെസണിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ആണ്. റൈറ്റ് സൈഡിലുള്ള പിക്ചർ നോക്കിയാൽ കറക്റ്റ് ലേബലിംഗ് കാണാവുന്നതാണ്. എ FES, ബി UQ യൂബിക്വിനോൺ, സി സൈറ്റോക്രോം ബി ആൻഡ് ഡി സൈറ്റോക്രോം സി. അതിൻ്റെ ഓർഡറും 4 വാക്കുകൾ കറക്റ്റാണെങ്കിൽ 2 മാർക്ക്. Question number 13. Amides contain more nitrogen than the aminoacids. Name 2 important amides found in plants and explain their formation. Answer. Asparagine and glutamine are the amides formed in plants. Asparagine is formed from aspartic acid and glutamine is formed from glutamic acid by the addition of another amino group to each amino acid, replacing hydroxyl group. So, amides have 2 amino groups in each molecule. Asparagine, glutamine എന്നീ വാക്കുകൾ എഴുതുന്നതിന് 1/2 മാർക്ക് വെച്ച് 1 മാർക്ക്, അതിൻ്റെ ഫോർമേഷൻ എഴുതുന്നതിന് 1 മാർക്ക്, ടോട്ടൽ 2 മാർക്ക്. 14ാമത്തെ ചോദ്യം 3 മാർക്കിൻ്റേതാണ്. ദി ന്യൂക്ലിയോപ്ലാസം കണ്ടെയ്ൻസ് സ്മോൾ സ്ഫെറിക്കൽ ഷേപ്ഡ് സ്ട്രക്ചേഴ്സ്. Questions. A. Name the structures. B. Name the opening seen in nuclear envelope and state their function. ഈ മോഡൽ നോക്കൂ. ഒരു യൂക്കാരിയോട്ടിക് സെല്ലിൻ്റെ സ്ട്രക്ചറാണ്. ഇതിൽ ന്യൂക്ലിയസ്, ന്യൂക്ലിയർ പോൾസ്, സൈറ്റോപ്ലാസം, ന്യൂക്ലിയോപ്ലാസം, ന്യൂക്ലിയോളസ് എന്നിവ ലേബൽ ചെയ്തിട്ടുണ്ട്. ന്യൂക്ലിയസിനകത്തുള്ള സ്ഫെറിക്കൽ ഷേപ്ഡ് സ്ട്രക്ചേഴ്സാണ് ന്യൂക്ലിയോളസ്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള മെംബ്രെയിനിന്മേലുള്ള സ്മോൾ ഓപ്പണിങ്സ് അല്ലെങ്കിൽ പോൾസ് ആണ് ന്യൂക്ലിയർ പോൾസ്. ഇതിലൂടെയാണ് മൂവ്മെൻറ്റ് ഓഫ് RNAs ആൻഡ് പ്രോട്ടീൻസ് ടേക്സ് പ്ലേസ് ഇൻ ബോത്ത് ഡിറക്ഷൻസ് ബിറ്റ്വീൻ ദി ന്യൂക്ലിയസ് ആൻഡ് ദി സൈറ്റോപ്ലാസം. ന്യൂക്ലിയോളസ് 1 മാർക്ക്, ന്യൂക്ലിയർ പോൾസ് 1 മാർക്ക്, അതിൻ്റെ ഫങ്ഷന് 1 മാർക്ക്, അങ്ങനെ മൊത്തം 3 മാർക്ക്. Question number 15. There are certain seeds which fails to germinate even under favorable external conditions. This is called seed dormancy. Question. A. State any 2 reasons for seed dormancy. B. Suggest 2 man-made measures for breaking seed dormancy. അനുകൂല പരിസ്ഥിതിയിലും വിത്തുകൾക്ക് മുളയ്ക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സീഡ് ഡോർമൻസി എന്ന് പറയുന്നത്. അതിന് പലവിധ കാരണങ്ങൾ ഉണ്ട്. 1. It can be impermeable and hard seed coat. 2. Presence of abscisic acid, a plant hormone which retards growth. Presence of phenolic compounds which prevents the germination. The seed might be containing immature embryo. ഏതെങ്കിലും 2 റീസൺസ് എഴുതുക. സീഡ് ഡോർമൻസി ഒഴിവാക്കാനായിട്ടുള്ള മാൻമെയ്ഡ് മെത്തേഡുകളാണ് കത്തിയോ സാൻഡ് പേപ്പറോ ഉപയോഗിച്ച് സീഡ് കോട്ട് ബ്രേക്ക് ചെയ്യുക, അതിശക്തമായ ഷെയ്ക്ക് കിട്ടത്തക്ക വിധത്തിൽ ഷെയ്ക്കേഴ്സ് ഉപയോഗിക്കുക. ചിലതരം സീഡുകൾക്ക് ചില്ലിംഗ് ഇഫക്റ്റ് കിട്ടിയാൽ മുളയ്ക്കുന്നത് കാണാം. ജെർമിനേറ്റിംഗ് ഹോർമോണായിട്ടുള്ള ജിബറലിക് ആസിഡും നൈട്രേറ്റ്സും തളിച്ചു കൊടുക്കുക.
ടെമ്പറേച്ചറും ലൈറ്റും വ്യത്യസ്തമായ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിൽ വളർത്തുക. ഇവയിൽ ഏതെങ്കിലും 2 പോയിൻറ്റ്സ് എഴുതുക. 2 റീസൺസ് എഴുതുന്നതിന് 2 മാർക്ക്, മാൻമെയ്ഡ് മെത്തേഡുകൾ എഴുതുന്നതിന് 1 മാർക്ക്. മൊത്തം 3 മാർക്ക്. 3 മാർക്കിൻ്റെ 16ാമത്തെ ചോദ്യം. അറേഞ്ച് ദ ഫോളോയിങ് ഇവൻറ്റ്സ് ഇൻ ദി അപ്രോപ്രിയേറ്റ് ബോക്സസ്. എ. ഫോർമേഷൻ ഓഫ് ATP ആൻഡ് NADPH2. B. Only photosystem 1 is functional. C. Formation of ATP only. D. Both photosystem 1 and photosystem 2 are involved. E. Splitting of water. F. No oxygen release. തന്നിരിക്കുന്ന ടേബിൾ ആൻസർ ഷീറ്റിലേക്ക് കോപ്പി ചെയ്യുക. അതിൽ ഓരോ പോയിൻറ്റും റെസ്പെക്റ്റീവ് കോളങ്ങളിൽ എടുത്തെഴുതുക. ആദ്യത്തെ കോളം സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ, രണ്ടാമത്തെ കോളം നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഫോട്ടോസിന്തസിസിലെ ലൈറ്റ് റിയാക്ഷനിലുള്ള 2 ഫേസുകളാണ് ഈ റിയാക്ഷൻസ് എന്ന് നമുക്കറിയാം. തന്നിരിക്കുന്ന ചോയ്സുകളിൽ നിന്നും സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ്റെ പോയിൻറ്റ്സ് ഇവയൊക്കെയാണ്. 1. പോയിൻ്റ് ബി, ഓൺലി ഫോട്ടോസിസ്റ്റം 1 ഈസ് ഫങ്ഷണൽ. 2. പോയിൻ്റ് സി, ഫോർമേഷൻ ഓഫ് ATP only. 3. എഫ്, നോ ഓക്സിജൻ റിലീസ്. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ നടക്കുന്ന എ. ഫോർമേഷൻ ഓഫ് ATP ആൻഡ് NADPH2. ഡി. ബോത്ത് PS1 ആൻഡ് PS2 ആർ ഇൻവോൾവ്ഡ്. ആൻഡ് ഇ. സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. 2 സൈഡിലും 6 പോയിൻറ്റ്സ്, 3 മാർക്ക്. 3 മാർക്കിൻ്റെ 17ാമത്തെ ചോദ്യം. ബേസ്ഡ് ഓൺ സിമെട്രി ഫ്ലവേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 3 ടൈപ്സ്. നെയിം ആൻഡ് എക്സ്പ്ലെയിൻ ദം. ഒരു ആക്സിസിന് ചുറ്റിനും ഡിഫറെൻ്റ് ഫ്ലോറൽ ഓർഗൻസ് റിപ്പീറ്റായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിക്കാണ് ഫ്ലോറൽ സിമെട്രി എന്ന് പറയുന്നത്. ഫ്ലോറൽ സിമെട്രി ഈസ് ഓഫ് 3 ടൈപ്സ്: ആക്ടിനോമോർഫിക്, സൈഗോമോർഫിക് ആൻഡ് അസിമെട്രിക്. ഇൻ ആക്ടിനോമോർഫിക് or radial symmetry, the flower can be divided into 2 equal vertical halves by any radial or vertical plane passing through the center. Mustard, chili, hibiscus തുടങ്ങിയവ. Zygomorphic flower, that is bilateral symmetry. The flower can be divided into 2 similar vertical halves by only one vertical plane passing through its center. Pea, beans, gulmohar, etc. are examples. Asymmetric or irregular flower. The flower cannot be divided into 2 similar halves by any vertical plane passing through the center. Example, orchid flowers. ഓരോ സിമെട്രി എക്സ്പ്ലനേഷനും 1 മാർക്ക് വെച്ച് ആകെ 3 മാർക്ക്. 3 മാർക്കിൻ്റെ 18ാമത്തെ ചോദ്യം. നെയിം ആൻഡ് എക്സ്പ്ലെയിൻ ദി സ്ട്രക്ചർ ഓഫ് സെൽ ഓർഗനൽ ദാറ്റ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ്. നമുക്കറിയാം ഗ്രീൻ പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിന് സഹായിക്കുന്ന സെൽ ഓർഗനൽ ക്ലോറോപ്ലാസ്റ്റ് ആണ് എന്ന്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ നോക്കാം. ക്ലോറോപ്ലാസ്റ്റ് ആർ ഗ്രീൻ പ്ലാസ്റ്റിഡ്സ് seen in cytoplasm. They may vary in shape like lens-shaped, oval, spherical, discoid, cup-shaped or ribbon-shaped. Chloroplasts are having a double membranous covering, inside which a proteinaceous fluid called stroma present. Thylakoids are flattened membranous sacs present in the stroma, and the chloroplast pigments are located in the thylakoids. Thylakoids are arranged in stacks like the piles of coins called grana or intergranal thylakoids. Stroma lamellae are flat membranous tubules connecting the thylakoids of different grana. The space enclosed inside the membrane of thylakoids is the lumen. The stroma contains enzymes for the synthesis of carbohydrates and proteins, double-stranded circular DNA, and ribosomes of 70S type. Since chloroplasts contain DNA, they are semi-autonomous organelles. The granum is the site of light reaction and the stroma is the site of dark reaction in photosynthesis. Chloroplast എന്ന് എഴുതുന്നതിന് 1 മാർക്ക്. പടം വരച്ച് അടയാളപ്പെടുത്തുകയോ
എക്സ്പ്ലനേഷനിൽ 4 പോയിൻറ്റ്സ് എങ്കിലും ഉൾച്ചേർക്കുകയോ ചെയ്താൽ 2 മാർക്ക്, മൊത്തം 3 മാർക്ക്. എല്ലാവരും നന്നായി തയ്യാറാവുക, നന്നായി പരീക്ഷ എഴുതുക. നല്ലത് വരട്ടെ. സബ്സ്ക്രൈബ് രാജു സയൻസ് വേൾഡ് ഫോർ മോർ വീഡിയോസ്.